ഫോക്സിഫൈ മീഡിയ എന്ന് പറഞ്ഞ നമ്മുടെ ഫോക്സിഫൈ മീഡിയയുടെ ആദ്യത്തെ വീഡിയോ അല്ല, ഫസ്റ്റത്തെ മൂവി റിവ്യൂ. അതായത് ഞാൻ ലേറ്റസ്റ്റ് കണ്ടങ്ങൾ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ലേറ്റസ്റ്റ് കണ്ടങ്ങൾ പടം ഡയസ് ഇറേ ആയിരിക്കും. ഈ ഡയസ് ഇറേ നമ്മൾ പറയണത് അങ്ങനെയാണെങ്കിൽ ഈ ശരിക്കും ഡിയാസ് ഇറേ ആണ് ശരിക്കും അതിനെ മലയാളത്തിൽ തിയേറ്ററിൽ എഴുതി കാണിച്ചത് കേട്ടോ. കൂടുതൽ നമ്മൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ടെക്നിക്കൽ വൈസ് ആയിട്ട് എനിക്കതിനെ പറ്റിയിട്ട് അങ്ങനെ പറയേണ്ട അത്രയും നമ്മൾ ലാഗ് അടിപ്പിക്കേണ്ടതാണ്. നമുക്ക് നേരെ എൻ്റെ പേഴ്സണൽ ഇതിനകത്ത് പടം മസ്റ്റ് വാച്ചാണ്. മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫൈഡ് പടമാണ്. അപ്പോൾ ഫാമിലി കൊച്ചുങ്ങളൊക്കെ ആയിട്ട് പോയിരുന്ന് കാണുമ്പോൾ അത്രയും കൊച്ചുങ്ങളെ കൊണ്ട് പോകണ്ട. അവർക്ക് അവരുടെ മനസ്സിലോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നീട് അത് റിക്കവറി ആവാനൊക്കെ ചിലപ്പോൾ സമയം എടുക്കും. അങ്ങനത്തെ ചില ഹോണ്ടിങ് സാധനങ്ങൾ കിട്ടും. അപ്പോൾ ആ പടം മസ്റ്റ് വാച്ച്. കിടിലം പടം, ഒന്നും പറയാനില്ല, കിടിലം പടം. അതായത് ഡയറക്ടർ നമ്മുടെ രാഹുൽ സദാശിവൻ ഡയറക്ടറും റൈറ്ററും രാഹുൽ സദാശിവനാണ്. അപ്പോൾ പുള്ളി മുമ്പ് ചെയ്ത പടങ്ങൾ നമുക്കറിയാം. ഭൂതകാലം, എനിക്ക് തോന്നുന്നു ഭൂതകാലം ഇപ്പം തിയേറ്ററിൽ ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഇപ്പം ഇരുന്ന് കണ്ടാലും ഞാൻ പിടിക്കൂട്ട. പിന്നെ നമ്മുടെ മ്യൂസിക്, ക്രിസ്റ്റോ സേവിയറിൻ്റെ സൗണ്ട് മിക്സിംഗ് ഒക്കെ വേറെ, അതായത് മ്യൂസിക്കൊക്കെ വേറെ. നമ്മുടെ എന്താ പറയുക, ഞാൻ ഈ മലയാള സിനിമ അല്ലെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രി ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ വേറെ ലെവലിലേക്ക് എത്തും. അല്ലെങ്കിൽ ഇതല്ല നമ്മൾ കാണുന്ന മലയാള സിനിമയുടെ ഒരു സെറ്റപ്പിങ്ങിനല്ല എന്ന് മനസ്സിലാക്കണത്. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമല്ല, നമ്മുടെ ക്ലാസ് ലെവൽ സാധനമാണ് നമ്മുടെ ടെക്നിക്കൽ വൈസ് എല്ലാം. അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ സിനിമകളിൽ നിന്നും എൻറ്റയർലി ലൈറ്റിങ്, പ്രോസ്തെറ്റിക്സിൻ്റെ ഒരു കാര്യം എടുത്തു പറഞ്ഞ സിനിമയിൽ. കാരണം അത് നിങ്ങളോട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനീ പറയണതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവർ അഭിനയിച്ച പ്രണവ് മോഹൻലാലിന് നമുക്കൊരു, ഞാൻ പ്രണവിനെയൊക്കെ കണ്ടിരുന്ന നമ്മുടെ ഹൃദയം അതുപോലെയുള്ള സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്കും ഉള്ള ആ ഒരു വീലല്ല. പിന്നെ കുറച്ചങ്ങ് മാറി ക്ലോസ് ഷോട്ടുകൾ കുറേ വെച്ചിട്ടുണ്ട്. അത് പ്രണവിൻ്റെ ഈ ലെവല്, നമ്മൾ ഇത്ര ലെവലിൽ മാത്രമായിട്ടൊക്കെ ക്ലോസ് ഷോട്ടുകൾ ആ ട്രെയിലറിലും ഉണ്ട്. അതൊക്കെ അപ്പോൾ വണ്ടർഫുൾ മൂവി. അത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ സദാശിവ് എന്ന് പറഞ്ഞ ഈ ഡയറക്ടർ ഈ ഒരു പാറ്റേൺ പിടിച്ച് തന്നെ പോവുകയാണെങ്കിൽ വെറൈറ്റി ആയിരിക്കും. ഏത് കൂട്ടത്തിൽ നിന്നും മാറി നിൽക്കും. പുള്ളി യുണീക്കായിരിക്കും. അതായത് പുള്ളി ഇനി എൻ്റെ അഭിപ്രായത്തിൽ പുള്ളി പോയിട്ട് പ്രണയ സിനിമയും ഈ ലവ് സിനിമ അല്ലെങ്കിൽ നമ്മൾ ഈ മറ്റേ റൊമാൻസ് അല്ലെങ്കിൽ ത്രില്ലർ അങ്ങനത്തെ ഉള്ള സാധനത്തിലേക്കൊന്നും പോകാണ്ട് പുള്ളി ഒരു ഹൊറർ തന്നെ പിടിച്ചു പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ ഈ സിനിമയിൽ ഞാൻ ആരെയും മോശമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അഥവാ എന്ത് ഞാൻ പറയുന്നുണ്ടെങ്കിലും അതെൻ്റെ മാത്രം അഭിപ്രായമാണ്. കാണുന്നത് നിങ്ങൾക്ക് പലർക്കും പല പല പെർസ്പെക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാത്തിനോട് യോജിക്കണമെന്നില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർക്ക് കമൻറ്റ് ചെയ്യാനുള്ള എല്ലാ അനുവാദവും എല്ലാ ഫ്രീഡവും ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഡൈസറയിലെ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ജയ ആക്ട്രസ്സാണ്, അവരുടെ ഫുൾ നെയിം ജയ കുറുപ്പ് എന്നാണ് ആ ആക്ട്രസിൻ്റെ പേര്. എനർജി ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാടി നിൽക്കാൻ പറയില്ലേ, അത് നമുക്കത് ഫീൽ ചെയ്യാം. അതുപോലെ ഇതൊരു യൂണിവേഴ്സായിട്ടൊരു കണക്ഷനാണ്. അതായത് ബ്രഹ്മയുഗം, അതുപോലെ നമ്മുടെ ഭൂതകാലം, ഈ ഡൈസറെ, ഇത് മൂന്നും നമ്മളിങ്ങനെ ഒരു യൂണിവേഴ്സ് പോലെ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കേട്ടോ. ഈ പിന്നെ മറ്റു പുള്ളി ആളുടെ പേര് ജിബിൻ ഗോപിനാഥ് തന്നെയല്ലേ പേര്? അതെ, ജിബിൻ ഗോപിനാഥ്. നല്ലൊരു അപ്പിയറൻസും നല്ലൊരു പെർഫോമൻസും പുള്ളിയുടെ ഒരു യൂണീക്നെസ് ആവില്ല. അതായത് പുള്ളിയുടെ ഒരു പ്രത്യേക റോള് പുള്ളിയെ കാണിച്ചിട്ടുണ്ട്. അതായത് നമുക്കത് ഇഷ്ടപ്പെടും. പുള്ളിയെ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എല്ലാ പടത്തിലും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതിന് മുമ്പുള്ള പടങ്ങൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഞാൻ പേര് ഓർമ്മയില്ല. എന്നാലും പുള്ളി സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഗസ്റ്റ് റോളുകൾ പറയുന്നുണ്ട്. ക്യാമറ, ലൈറ്റിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹോളിവുഡ് ബോളിവുഡ് ബോളിവുഡ്
ഇന്റർനാഷണൽ റേഞ്ചിലേക്കുള്ള ലൈറ്റിങ്, സൗണ്ട് മിക്സിങ്, പ്രോസ്തെറ്റിക്സ്, ക്രിസ്റ്റോ സേവിയറിൻ്റെ സൗണ്ട് മിക്സിങ്, അത് കൂടിയായിരുന്നു. ആർട്ട് വർക്കുകളെല്ലാം ഗംഭീര ആർട്ട് വർക്കുകളാണ്. ഇത് OTT വന്ന് നിങ്ങളത് OTT കണ്ടാലും നിങ്ങൾ പേടിക്കും. അതായത് ഡൈസറെ നിങ്ങളെ പേടിപ്പിക്കും. കാരണം അതുപോലെയാണ് അവരെടുത്ത് വെച്ചേക്കുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് മലയാളത്തിൽ ഇതുപോലുള്ള ഹൊറർ പടങ്ങൾ രമയോഗമൊക്കെ കണ്ടതല്ലാതെ പിന്നെ കാണുന്നത് ഈ ഒരു പടമാണ്. അതായത് എന്നോട് ഇപ്പോൾ എടുത്ത് ചോദിക്കുന്നത് ഇപ്പോൾ ഏത് പടമാണ് ഒരു ഹൊറർ പടം മലയാളത്തിലാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരെന്നുള്ള ലെവലിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുക ആദ്യം തന്നെ എനിക്കൊന്ന് ഭ്രമയോഗം പറയും, അതല്ലെങ്കിൽ ഭൂതകാലം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാലോ അതിൻ്റെ എഫക്റ്റ് അത്രത്തോളം ഉണ്ട്, നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഭയങ്കരമായ ഒരുപാട് സംഭവങ്ങളല്ല അതിനകത്തുള്ളത്. ഒന്ന് സിമ്പിളായിട്ട് നമ്മളെ പേടിപ്പിച്ച് കളയും, വളരെ നിസ്സാരമായിട്ട് പേടിപ്പിച്ച് കളയും. ഇത് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പോൾ ഇത്രയുള്ള എനിക്കിത് പറയാനായിട്ട്. എല്ലാവരും പോയി കാണാം. OTT വന്നാലും വന്നില്ലെങ്കിലും OTT നിങ്ങൾ കാണുന്നത് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് OTT ഇപ്പോൾ റിലീസായിരുന്നു. OTT തന്നെ നിങ്ങൾ ഇതിരുന്ന് ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് ചുമ്മാ വീട്ടിൽ നട്ടുച്ചയ്ക്കല്ല ഞാൻ പറഞ്ഞത്, രാത്രി ഇരുന്ന് ഇത് കാണണമെന്നിരുന്നത് നല്ലൊരു ഡോൾബി എഫക്റ്റോട് നല്ലൊരു ഹെഡ്സെറ്റ് വെച്ചിരുന്ന് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് പേടിക്കും. ഡയസറെ പേടിപ്പിക്കും. അതായത് ഡൈസറയുടെ മേക്കിംഗ് എങ്ങനെയാണ്, സൗണ്ട് മിക്സിങ് എങ്ങനെയാണ്, പ്രോസ്തെറ്റിക്സ് ആയാലും ആക്ടിങ് ആയാലും പ്രണവിൻ്റെ ഒക്കെ ഒരു എനിക്ക് തോന്നുന്നു പ്രണവൊക്കെ ഭയങ്കരമായിട്ട് മെച്ചൂർഡായി. ഞാൻ കണ്ട പ്രണവിനേക്കാളും ഡൈസറയിലേക്ക് എത്തിയ പ്രണവ് മെച്ചൂർഡായിട്ടുള്ള പ്രണവമാണ്. പൊളിച്ചിട്ടുണ്ട്. കൈ അടിക്കാതെ കാണാൻ നിർത്തിയില്ല. ലാലേട്ടൻ്റെ മകൻ എന്നുള്ള സാധനം ക്ലീനാണ്. അത് നമുക്കറിയാം. അത് ജനറ്റിക്കലി പുള്ളിക്കുള്ള സാധനം പുറത്ത് വന്നിട്ടുണ്ട്. അത് ഇതിക്ക് മുമ്പുള്ള പടങ്ങളിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിങ്. എൻറ്റയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി പുള്ളി മാറിപ്പോയി. ഈ ഡൈസറയുടെ ഈ പേര് ഭയങ്കര ഒരു വെറൈറ്റി പേരല്ലേ, ഡൈസ് ഇറേ അല്ലെങ്കിൽ ഡിയാസ് ഇറേ അല്ലെങ്കിൽ ഡിയാസ് ഇറ എന്നാണ് മലയാളത്തിൽ എഴുതി കാണിക്കുന്നത്. ഡൈസ് ഇറ എന്നുള്ള വാക്ക് ലാറ്റിൻ വേർഡാണ്, ലാറ്റിൻ ഭാഷയിൽ നിന്നെടുത്താണ് വാക്കാണ്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ ഡേ ഓഫ് റാത്ത്. അതായത് മറ്റേ കുറച്ചുകൂടി നമുക്ക് സാധാരണക്കാരനടുത്ത് ദഹിക്കില്ല തോന്നുന്നു ഇങ്ങനത്തെ പേരുകളൊക്കെ. ഒരു യുണീക്കായിട്ടുള്ള പേരും യുണീക്കായിട്ടുള്ള മേക്കിങ്ങും യുണീക്കായിട്ടുള്ള സംഗതികളാണ് നിങ്ങൾക്ക് ഡൈസറെ കാണുമ്പോൾ കിട്ടുക. പിന്നെ എ സർട്ടിഫൈഡ് ആണ്. പിന്നെ തിയേറ്ററിൽ പോയി ഇരുന്ന് കാണുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടൊരു മോശം കാര്യം പറയണമല്ലോ, ഒരു മോശം കാര്യം പറയണം എന്നുള്ള ലെവലിൽ പറഞ്ഞത്. ഞാനിരുന്ന് കാണുമ്പോൾ ഞാനും വൈഫും ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോയത്. ഞാനവിടെ ഇരുന്ന് കാണുമ്പോൾ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ഫേസ്ബുക്കിൽ ഒരു റിവ്യൂവിൻ്റെ ഒരു പോസ്റ്റ്, ഒരു വിമർശനം, ഒരു പെൺകുട്ടിയാണ് തോന്നുന്നത്, ആരാണ് ഈ പേര് ഓർമ്മയില്ല, ഇട്ടേക്കണ കണ്ടു. ഞാൻ ലെറ്റർ എഴുതിയിട്ടാണ്, ടൈപ്പ് ചെയ്തിട്ടാണ് അതിൽ എഴുതിയേക്കണെന്ന് വെച്ചാൽ ഈ ഞാൻ പോയിച്ച സെയിം സാധനമാണ് പുള്ളിക്കാരി എഴുതിയിട്ട്. അത് നമ്മൾ തിയേറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ കുറേ പേര് ഏറ്റവും വില കുറഞ്ഞ ടിക്കറ്റാണ് എടുക്കണമെന്ന് കരുതിയിട്ടായിരിക്കും ഈ ഫ്രണ്ടിലത്തെ നേരെ നമ്മൾ കാണണം, നമ്മൾ തള്ളിക്കളയണത്. നമ്മൾക്കെപ്പോഴും നമ്മുടെ കംഫർട്ടിലിരുന്ന് കാണുന്നതുള്ളൊരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സീറ്റിലാണല്ലോ നമ്മൾ പോയി ഇരിക്കലൊക്കെ. അപ്പം ഈ ഫ്രണ്ട് റോയിൽ ഇരിക്കണ കുറേ ആൾക്കാരുണ്ട്, കുറച്ച് പയ്യന്മാർ പിള്ളേരുകളാണ്. ഇപ്പം ഇവരെല്ലാവരും എനിക്ക് തോന്നുന്നു ഇവർ ഹൊറപ്പടമാണെന്ന് അറിഞ്ഞിട്ട് ഇതിനെ ട്രോളാൻ വേണ്ടി വന്നിരിക്കണ പോലെ, അല്ലെങ്കിൽ മറ്റുള്ള ആസ്വാദകരെയും കൂടി ഡിസ്റ്റർബ് ചെയ്ത് നശിപ്പിച്ച് കളയാന്നുള്ള മൈൻഡിൽ വന്നിരുന്നിട്ട് അട്ടഹാസം, കൂവുക, കമൻ്റ് അടിക്കുക. തിയേറ്റർ ഒരു ഹൊറർ പടത്തിൻ്റെ ഏറ്റവും വലിയ സെറ്റപ്പ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു നമ്മളെ ആ ഒരു സെൻസ്, ആ സസ്പെൻസിൽ ഇങ്ങനെ ഇരുത്തി ആ ഒരു സൗണ്ട് എഫക്റ്റിലൊക്കെയാണ് നമുക്കതിൻ്റെ ഇത് കിട്ടണത്. നമ്മൾ ആ എന്താ എൻജോയ് ചെയ്തിരിക്കണം. ആ ഒരു മൊമെൻറ്റ്, സൈലൻസ് ആയിരിക്കുന്ന മൊമെൻറ്റിലൊക്കെ കൂവുക, കമൻ്റ് അടിക്കുക, പിന്നെന്താണ് ചിരിക്കുക, കളിയാക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെയുള്ള ഇതേ കൂവുക, അങ്ങോട്ട് ഒച്ചെടുക്കുക, പേര് വിളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സിനിമ കാണാൻ വന്ന് ആ സിനിമ കണ്ട് അത് കാണാൻ വരുന്നവരെയും അത് കാണാൻ അനുവദിക്കുക. അപ്പം എപ്പോഴും ഞാൻ പറഞ്ഞതാണ് കേട്ടോ,
നമ്മൾ കാശ് കൊടുത്ത് നമ്മൾ സിനിമ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട്. അത് ഡിസ്റ്റർബ് ചെയ്യാനായിട്ടാരും നിൽക്കാതിരിക്കുക. എല്ലാവർക്കും ഇല്ലേ അവരവരുടെ പ്രിവിലേജും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ആരെയും ഡിസ്റ്റർബ് ചെയ്യാതിരുന്ന് എൻജോയ് ചെയ്യുക മാക്സിമം. ഈ പറഞ്ഞ പോലെ നന്നായിട്ട് സിനിമ കാണാം, നന്നായിട്ട് എൻജോയ് ചെയ്യുക, നന്നായി എൻജോയ് ചെയ്ത് കമൻറ്റോ അഭിപ്രായം പടം കഴിഞ്ഞിട്ട് കൂവേ. പടം കഴിയുമ്പോൾ ടൈറ്റിൽ സ്ക്രീൻ കാണിക്കുമ്പോൾ എൻ്റെ സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കൂവേ അട്ടറസിക്ക് എന്ത് ചെയ്തോ. ഈ പടത്തിനിടയിൽ ആ ഒരു ഫ്ലോ കളഞ്ഞിട്ട് എന്ത് ഹാപ്പിനെസ് ആണ് കിട്ടുന്നത്. മറ്റുള്ളവർ ബുദ്ധിമുട്ടിച്ചിട്ട് നമുക്ക് എന്ത് സന്തോഷം കിട്ടുക. ഹൊറർ പടം എന്നല്ല എല്ലാ പടത്തിനും ഉണ്ട് ഇങ്ങനെയൊക്കെ ആൾക്കാർ. നമ്മുടെ ആ ഒരു ഹാപ്പിനെസ്സിനാണ് നമുക്കത് പോകണം. നമ്മുടെ ആ പടം കണ്ടുകൊണ്ടിരിക്കുന്ന ആ മൂഡാണ് നമുക്ക് സ്പോയിലാവുക. നമ്മുടെ അറ്റൻഷനാണ് പോവുക. അത് മാത്രമല്ല ഇപ്പം ഞാനൊക്കെ ഇരുന്നത് ബാക്കിലാണ്, ഈ ഫ്രണ്ടിലെല്ലാം ഇരിക്കുന്നത്. ഇത്രയും ഗ്യാപ്പ് ഡിസ്റ്റൻസിലാണ് ഇവരൊക്കെ ഇരിക്കുന്നത്, ഈ പറഞ്ഞ ഈ ഒച്ചമ്പകൾ ഉണ്ടാക്കുന്ന ആൾക്കാർ. ഇപ്പം നമുക്ക് അത്രത്തോളം വ്യത്യാസമല്ല. ഇവർ തൊട്ടടുത്തിരുന്ന് ഇത് കാണുന്ന ആൾക്കാരുടെ അവസ്ഥ അനുസരിച്ചു അവരും ഇവരെ പോലെ തന്നെ പൈസ കൊടുത്താൽ വന്നിരിക്കുന്നതല്ലേ ഈ സിനിമ കാണാൻ വേണ്ടി. അവരുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ, ജസ്റ്റ് ഒന്ന് ആലോചിക്കണ്ടേ. ഈ ഡൈസറയിലെ ഒരു പെൺകുട്ടീനെ കാണിക്കുന്നുണ്ടോ, ഒരു പെൺകുട്ടി ഉണ്ട്. ആ പെൺകുട്ടി ആകെ വളരെ കുറച്ച് ഷോർട്സേ ഉള്ള ആ പെൺകുട്ടിക്ക്. പക്ഷേ സുസ്മിത ഭട്ട് എന്നാണ് ആ പെണ്ണിൻ്റെ പേര്. അപ്പോൾ അത് ആ പ്രോസ്തറ്റിക്സ് വർക്കും എല്ലാം കൂടി വന്നിട്ട് പുള്ളിക്കാരി തകർത്തുണ്ട്. ആകെ ഇത്ര ഉള്ളെങ്കിലും പുള്ളിയുടെ ശരിക്കുള്ള ഫേസിനേക്കാളും നമ്മുടെ ഉള്ളിലേക്ക് ഒരു സാധനം തരുന്നതാണ്. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞെന്നുള്ളത്. ഒന്ന് കണ്ടു നോക്ക് പടം. ഓക്കെ, പേടിക്കും, അത് ഉറപ്പാണ്. പിന്നെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് അത് എത്ര മൈന്യൂട്ടായിട്ടാണ് അവർ ആ സൗണ്ട് എഫക്ട്സ് കൊടുത്തേക്കണം. അതായത് ലൈവ് സൗണ്ടുകൾ എടുക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മൾ നടക്കുന്ന സൗണ്ട് ആയാലും ഡോർ തുറക്കുന്ന സൗണ്ട് ആയാലും എല്ലാം ഡിറ്റോ അതുപോലെ തന്നെ. അതായത് റസൂൽ പൂക്കുട്ടിയൊക്കെ ചെയ്യണം പറയാനല്ലേ സൗണ്ട് മിക്സിങ്. അതായത് ആ സൗണ്ട് റെക്കോർഡിങ്, ആ സൗണ്ട് മിക്സിങ്, ആ സംഭവം ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇങ്ങനെയൊക്കെ മലയാള സിനിമ ഇത്രയും വന്നതിനകത്ത് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്, ഭയങ്കരമായിട്ട് ഞാൻ സന്തോഷിക്കേണ്ടത്. അതായത് ഇത്രയും ലെവലിലേക്ക് നമ്മൾ വളർന്നു എന്നുള്ളത് കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷമുണ്ട്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ഡൈസറ ടീം. നന്നായിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ സൂപ്പർ. എൻ്റെ അഭിപ്രായം എന്നല്ല, കണ്ടിറങ്ങിയ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അത്യാവശ്യം ഇങ്ങനെയുള്ള പടങ്ങളെ ഇത്തിരിക്കോളം ഇവാലുവേറ്റ് ചെയ്യാനുള്ള ആൾക്കാർക്കൊക്കെ കുറ്റം പറയാനൊന്നും കിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കും കുറ്റം പറയാനൊന്നും ഉണ്ടാവില്ല. എനിവേസ്, ഈ അടുത്ത ഇനിയുള്ള രാഹുൽ സദാശിവൻ്റെ അടുത്ത പടങ്ങൾ ഏതൊക്കെയായിരിക്കും എന്ന് നമുക്ക് പറയാം. ഇതൊരു എന്താ പറയുക, ഒരു മൾട്ടിവേഴ്സ് പോലെ ഓരോന്നും കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ കണക്റ്റഡായി ഇപ്പോൾ ഡൈസറയുടെ എൻഡിങ് നിർത്തുന്നതും അങ്ങനത്തെ ഒരു ലെവലിലാണ്. അപ്പം ഇനിയും അടുത്തത് നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ പുള്ളി ഈ ഒരു ജോണർ വിട്ടിട്ട് വേറൊരു ടൈപ്പ് ഓഫ് ഫിലിം എടുക്കാതിരിക്കുക. പുള്ളിയുടെ ഫിലിംസ് ഇങ്ങനെ ആയിരിക്കണം. പുള്ളിയുടെ കാറ്റഗറി ഇതാണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് പുള്ളിക്ക് എല്ലാ കാറ്റഗറിയും ചെയ്യാൻ പറ്റില്ല എന്നല്ല, പുള്ളി ഇത് മാത്രമായിട്ട് ഇങ്ങനെ പിടിച്ചു പോവുകയാണെങ്കിൽ, അതായത് പുള്ളി ഈ ഒരു ലെവലിലേക്ക് ഒരു ഹോണ്ടിങ് ഹൊറർ ടൈപ്പ് സാധനങ്ങളാണ് പിടിച്ചു പോകണമെങ്കിൽ പുള്ളി ഇങ്ങനെ വെറൈറ്റി ആയിട്ട് യൂണീക്കായിട്ട് ഇങ്ങനെ മാറിക്കും. അപ്പം അത് നല്ലതല്ലേ. എല്ലാവരെയും പോലെ എല്ലാം ചെയ്യുന്നതല്ല ഞാൻ പറയണത്. ഇതിലും നിൽക്കുമ്പോൾ പുള്ളിയുടെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ അത്രയും പൊട്ടൻഷ്യൽ പുള്ളിക്ക് ഉണ്ട് ഇതിനകത്ത്. അത് പുള്ളി അത്രയും ടെക്നിക്കൽ വൈസും ഈ പറഞ്ഞ പോലെ വിഷ്വലൈസേഷനും എല്ലാ കാര്യത്തിലും പുള്ളി സെറ്റാണ്. സോ എല്ലാവരും ഡൈസറ പോയി കാണുക. എൻ്റെ റിവ്യൂ കുറച്ച് ഡിലേ ആയിട്ടാണ് വന്നതെന്ന് എനിക്കറിയാം. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്തായാലും ഒന്ന് കാണുക, നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യുക. തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ അത് നല്ല തിയേറ്ററിൽ നല്ല സൗണ്ട് എഫക്റ്റുള്ള തിയേറ്ററിൽ തന്നെ പോയി കണ്ടാൽ ഒരു ബുള്ളറ്റ് പോയതാണ്. നല്ല തിയേറ്ററിൽ നല്ല മിക്സിങ് നല്ല സൗണ്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉള്ള തിയേറ്ററിലാണ് ഇരിക്കണമെങ്കിൽ ഡോൾബിയിൽ ഇരിക്കുമ്പോൾ പേടിക്കും. ആരായാലും പേടിക്കും. അത്രയും പേടിയുള്ളവരാണെങ്കിൽ, അതിപ്പോൾ എൻ്റെ ഈ ഇൻട്രോ കണ്ടിട്ട് ഉള്ള പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഡൈസറ കാണാൻ വേണ്ടി പോകേണ്ട, നിങ്ങൾ പേടിച്ച് ചാവും. തിരിക്കോളം മനക്കെട്ടുള്ളവർ പോവുക.
അല്ലെങ്കിൽ നിങ്ങൾ വല്ല പട്ടാപ്പകൽ ഉച്ചക്കൊക്കെ പോയിരുന്ന് കാണണം. എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാരുണ്ട് അങ്ങനെ ഈ ഉച്ചക്കൊക്കെ ഇരുന്ന് ഹൊറർ പടം കാണുന്നത്. അതാവുമ്പോൾ പേടിക്കൂല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞ ഡൈസറെ ഉച്ചക്ക് കണ്ടാലും പേടിക്കുന്നു. അതുപോലെയാണ് ചോദിച്ചത്. കുറച്ചധികം ബോറടിപ്പിക്കാതെ നമ്മളെല്ലാം അത്യാവശ്യം ഈ പടങ്ങളുടെ റിവ്യൂസൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഈ വിമർശിക്കുന്നവർക്ക് വിമർശിക്കുക ധൈര്യമായിട്ട്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് പറയാനില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. സോ see you guys.